ഹായ്, ഞാൻ ഇന്നുള്ളത് തമിഴ്നാട് റെസ്റ്റോറൻറ്റിലുള്ളത്. ഇവിടുന്ന് നല്ല അടിപൊളി ദോശ, നമ്മുടെ വീട്ടിലെ അമ്മ ഒക്കെ ഉണ്ടാക്കി തരുന്ന, പണ്ട് ഉണ്ടാക്കി തന്നിരുന്ന അതേ മോഡൽ ദോശ, ചട്നി, സാമ്പാർ എന്നെല്ലാം പറഞ്ഞാൽ ഇവർ ഇവിടെ തന്നെ കൊടുന്ന് വെച്ചിട്ടാണ്. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ കൊത്തു പൊറാട്ടയാണ് വാങ്ങിയത്. പിന്നെ അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാനല്ല, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നമ്മൾ നാട്ടിലെത്തിയ ഫീലാണ്. അതായത് നമ്മൾ തമിഴ്നാട്ടിൽ പോയിരുന്നില്ല, നല്ല ടേസ്റ്റ്. ഇവിടെ മലയാളികളും തമിഴ്നാട്ടുകാരും എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ ദോശ, പൊറോട്ട, ബീഫ്, ചിക്കൻ, കൊത്തു പൊറോട്ട. ഇവിടുത്തെ ഫേമസ് ആണ് ഈ കൊത്തു പൊറോട്ട. ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടൊന്ന് കഴിക്കണ്ട. പിന്നെ ദോശ, ഇടിയപ്പം, ഉഴുന്നുവട, ഇവിടെ ഇല്ലാത്ത ഒരു സാധനമല്ല. പിന്നെ അതിന്റെ പുറമെ നല്ല പെരുമാറ്റം, നല്ല സർവീസ്. ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയെല്ലാം പോയിട്ട്. നിങ്ങൾ ഊരിൽ இந்த வேலை தான் பண்ணி ஊரில் தமிழ்நாட்டில் எங்க எங்க மட்டுக்கோட்டை. இப்ப இங்க வந்துட்டு எவ்வளோ ஆகி? கேட்கணும். ഇതാണ് കൊത്തു പൊറോട്ട. കൊത്തു പൊറോട്ട ഞാൻ നല്ല തോന്നുന്നു. കൊത്തു പൊറോട്ട ഓക്കെ. അപ്പൊ കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. ദോശ ദോശയിലൊക്കെ പറഞ്ഞാൽ നമ്മൾ നാട്ടില് എണ്ണ ഇല്ലേ, അല്ല അടിപൊളി ദോശ. മണം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കണമെന്നുള്ള ദോശ. ദോശയൊക്കെ പരത്തിയിട്ട് നമ്മൾ മേലെ കുറച്ച് എണ്ണയൊക്കെ തടവില്ല, അതേ മോഡല്. ഭയങ്കര രുചി. സാമ്പാർ ദോശയ്ക്ക് പറ്റി അതേമാതിരി അടിപൊളി. ഈ ദോശ ഒരാൾ ഒരു 10 എണ്ണെങ്കിലും കഴിക്കും, അത്രയും ടേസ്റ്റാണ് ദോശ. നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരു ദോശ, ഒരു കൊത്തു പൊറോട്ടയാണ് വാങ്ങിയത്. ചട്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊടുന്ന് വെച്ചിക്കാം, നമുക്ക് എത്ര വാങ്ങിച്ചെടുത്ത് കഴിക്കാം. ദോശ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. മുന്നേ ഇവിടെ ഒരു തവണ വന്ന് കഴിച്ചിട്ടുണ്ട് ദോശ, ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ടും. ഇപ്പൊ ഈ അൽപ്പൂറിലെ ഏറ്റവും അടിപൊളി നല്ല ദോശയും ഫുഡിനും ടോപ്പാണ് തമിഴ്നാട് റെസ്റ്റോറൻറ്റ്. നല്ല ഫ്രഷ് സാധനം. ഇവിടെ മോട്ടറൈസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈ കൊത്തു പൊറോട്ടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കൊത്ത് കണ്ട വല്ല ചിങ്കാരി വേണം കൊട്ടണമ്പിയ. ഇതാണ് കൊത്തു പൊറോട്ട. കൊത്തു പൊറോട്ട ഞാൻ നല്ല തോന്നുന്നു. നമുക്ക് കൊത്തു പൊറോട്ട നോക്കിയോ. ഉണ്ടാവും. ചിക്കൻ 65 ഉണ്ടാക്കിയ ചിക്കൻ പൊരിച്ചിട്ട് അത് പീസാക്കിയിട്ട് ഒരുപാട് ഐറ്റംസ് ചേർത്ത് നോട്ടതില് പൊറോട്ടന്.
ഉള്ളിയുടെ ഉള്ളിച്ചപ്പിൽ ഉള്ളിയില ചെറുതായി കട്ട് ചെയ്തിട്ടൊന്നും കറിവേപ്പില പിന്നെ എന്തൊക്കെ ചേർത്തണമെന്ന് അറിയില്ല. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര രുചി. കഴിച്ചിട്ട് കാണിപ്പിച്ചിട്ട് വെറുപ്പിക്കണില്ല, നമുക്ക് നിർത്താം. ഓക്കെ, പിന്നെ ഞാൻ പതുക്കെ ഇരുന്ന് കഴിച്ചോണ്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അൽക്കോർ തമിഴ്നാട് റെസ്റ്റോറൻറ്റ് ഒരു തവണയെങ്കിലും വരാത്തവരുണ്ട്, ഒരു തവണയെങ്കിലും വന്നിട്ട് നിങ്ങൾ കഴിച്ചു നോക്കും. നല്ല പെരുമാറ്റമാണ് ആളുകളുടെ. പിന്നെ അതിൻ്റെ പുറമെ നല്ല ടേസ്റ്റാണ്, സത്യസന്ധമാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. മുളക് ഇട്ടിട്ട് നമ്മൾ രാത്രിയൊക്കെ വൈകുന്നേരത്തൊക്കെ പുറത്ത് തട്ടുകടയിൽ നിന്ന് കഴിക്കില്ല നാട്ടിൽ നിന്ന്, അതേമാതിരി ടേസ്റ്റ്, അതേമാതിരി മണം. ഒരു ഗൾഫുകാരനെ, ഒരു പ്രവാസിയെ സംബന്ധിച്ചിട്ട് ഇങ്ങനത്തെ ഒരു നല്ല ഫുഡ് കഴിക്കുമ്പോൾ വയറും നിറയും മനസ്സും നിറയും. സത്യസന്ധമായിട്ട് പറയാണ്, നല്ല ഫുഡാണ് തമിഴ്നാട് റെസ്റ്റോറൻറ്റിൽ. അൽക്കോറിന്ന് വന്നിട്ട് കോർണേഷ് പോണ വഴി വലിയ പള്ളി, പഴയ വലിയ പള്ളിയുടെ അടുത്ത സിഗ്നലിൻ്റെ അടുത്താണ് ഈ തമിഴ്നാട് റെസ്റ്റോറൻറ്റ് ഉള്ളത്. നല്ല ഫുഡ് പറഞ്ഞാൽ നല്ല ടോപ്പ് ഫുഡ്. മുമ്പ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഞാൻ ഫുഡിൻ്റെ റിവ്യൂവും അങ്ങനെയൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ. പക്ഷെ ഒന്നാമത് എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അതിനൊന്നും നേരം കിട്ടാറില്ല. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ നിങ്ങളെ എന്തേ ആയാലും ഒരു കമൻറ്റിൽ ഒരു ലൈക്കിങ് നിങ്ങൾ അടിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കൊത്തു പൊറാട്ടയും കഴിച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.